ഹായ്, ഞാൻ അദീപ്. കഴിഞ്ഞ വീഡിയോയിൽ 10,000-നും 15,000-നും ഇടയിലുള്ള സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ 10,000-ന് താഴെയുള്ള സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റെഡ്മി ഗോ, റെഡ്മിയുടെ ഏറ്റവും ചീപ്പസ്റ്റ് സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കുക. 5 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 5 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. റിയർ ക്യാമറ 8 MB ആണ് വരുന്നത്. കോൽകോം സ്നാപ്ഡ്രാഗൺ 425 കോഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 3000 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1GB 8GB വേരിയൻറ്റിന് 4,499 രൂപയും 1GB 16GB വേരിയൻറ്റിന് 4,799 രൂപയുമാണ് വരുന്നത്. അടുത്തത് സാംസങ് ഗാലക്സി A2 കോർ. ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ 5 ഇഞ്ച് കോഡ് HD TFT പാനലാണ് വരുന്നത്. 5 MP ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ബാക്ക് ക്യാമറയും 5 MP തന്നെയാണ് വരുന്നത്. സാംസങ് എക്സിനോസ് 7870 ഒക്ടോ കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2600 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1GB 16GB വേരിയൻറ്റിന് 5,290 രൂപയാണ് വരുന്നത്. അടുത്തത് Realme C2. ഇതിൻ്റെ അൺബോക്സിങ് ഈ വീഡിയോയ്ക്ക് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നോക്കാം. 6.1 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. 5 MB ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 13+2 MB ആണ് ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത്. MediaTek Helio P22 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2GB 16GB വേരിയൻറ്റിന് 5,999 രൂപയും 2GB 32GB വേരിയൻറ്റിന് 6,999 രൂപയും 3GB 32GB വേരിയൻറ്റിന് 7,999 രൂപയുമാണ് വരുന്നത്. അടുത്തത് Redmi 7A. ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. 5.45 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 5 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. 12 MB ആണ് റിയർ ക്യാമറ വരുന്നത്. കോൽകോം സ്നാപ്ഡ്രാഗൺ 439 ഒക്ടോ കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. 2GB 16GB വേരിയൻറ്റിന് 5,999 രൂപയും 2GB 32GB വേരിയൻറ്റിന് 6,199 രൂപയുമാണ് വരുന്നത്. 2 വർഷത്തെ വാറൻറ്റിയാണ് ഈ ഫോണിന് വരുന്നത്. അടുത്തത് Redmi 7. 6.26 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. 8 MB ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. 12 MB + 2 MB ആണ് ഇതിൻ്റെ റിയർ ക്യാമറ. കോൽകോം സ്നാപ്ഡ്രാഗൺ 632 ഒക്ടോ കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 512 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2GB 32GB വേരിയൻറ്റിന് 7,499 രൂപയും 3GB 32GB വേരിയൻറ്റിന് 8,499 രൂപയുമാണ് വരുന്നത്. അടുത്തത് Realme 3i. 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. 13 MB ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 13 MB + 2 MB ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ Helio P60 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4,230 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 7,999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 9,999 രൂപയുമാണ് വരുന്നത്. അടുത്തത് സാംസങ്ങിൻ്റെ M20. 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. 8 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. 13+5 MB ആണ് ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ എക്സിനോസ് 7904 ഒക്ടോ കോർ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന്
9990 രൂപയാണ് വരുന്നത്. അടുത്തത് Realme 3 6.22 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. 13 MB ആണ് ഫ്രണ്ട് ക്യാമറ, 13 MB + 2 MB ആണ് ഇതിൻ്റെ റിയർ ക്യാമറ. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 4230 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡ്യുവൽ നാനോ സിമെൻറ്റ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 8999 രൂപയും 3GB 64GB വേരിയൻറ്റിന് 9999 രൂപയുമാണ് വരുന്നത്. അടുത്തത് MI A2. ഈ ഫോണിന് ഇപ്പോൾ MI പ്രൈസ് ഡ്രോപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ് വരുന്നത്. 5.99 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. 20 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, 12 MB + 20 MB ആണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ. കോൽകോം സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 3010 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ട് MI ഇതിൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഫോണുകളാണ് 10,000-ന് താഴെയുള്ള സ്മാർട്ട് ഫോണുകൾ. അപ്പോൾ ഈ വീഡിയോക്ക് അടുത്തതായിട്ട് Realme C2ൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.